Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. ഇറ്റാലിയൻ ഡിഷാണ്. നല്ല ചീസിയാണ്, നല്ല ക്രീമിയാണ്, നല്ല ഡിലീഷ്യസ് ആണ്. ഒരു ഇറ്റാലിയൻ ഡിഷാണിത്. ഇതിന് പറയുന്നത് ചിക്കൻ കാൽസോൺ ആണെന്ന്. ചിക്കൻ ചീസി കാൽസോൺ. അപ്പോൾ മമ്മി കാണിച്ചു തരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം, നന്നായിട്ട് തരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1.25 ടീസ്പൂൺ ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1.5 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇത് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്, ലൂക്ക് വാം വാട്ടർ. ഇത് ഫുള്ള് ഇടുന്ന ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞു. 1 കപ്പ് ഫുള്ള് വെള്ളം യൂസ് ചെയ്തിട്ടില്ല, 2 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയുണ്ട്. ഇനി ഇത്രയും വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ സ്പാച്ചുല കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് 2-3 മിനിറ്റ് കുഴച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതൊരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൈ കൊണ്ട് നന്നായിട്ട് ഇത് നീഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ഇതൊക്കെ കൈയുമ്പോൾ ഇങ്ങനെ ഒട്ടാൻ തുടങ്ങും. പിന്നെ നന്നായിട്ട് കുഴഞ്ഞ് വരുമ്പോൾ ഒട്ടലൊക്കെ മാറും. അപ്പോൾ നന്നായിട്ട് 5-6 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് കയ്യിൽ എണ്ണയാക്കിയിട്ട് നമുക്ക് ഈ ഡോയിലേക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഡോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ നമുക്ക് ഇത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1-1.5 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് 1-1.5 മണിക്കൂർ ഡബിൾ ആവുന്ന വരെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വരുന്ന വരെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായതിലേക്ക് ഒരു 300 ഗ്രാംസ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വേവിച്ചെടുക്കാം. അതൊക്കെ കൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ ഒരിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇതും വഴറ്റിയെടുക്കാം നന്നായിട്ട്. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ഇങ്ങനെ ക്യൂബ്സായിട്ട് ചെറുതായി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് ക്യൂബ്സാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവണമെന്നില്ല, കുറച്ച് ക്രഞ്ചി ആയിരിക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് നിറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ വലിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം വീണ്ടും ഒന്നിങ്ങനെ ഇത് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയെടുത്തത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഡോയിലേക്ക് പോവാം. നമ്മൾ ഡോ നന്നായിട്ട് റൈസായി വന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഡോ ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊരു ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് ഓവൽ ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെ അതാ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, ഓവൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അധികം പ്രസ് ചെയ്യാൻ പാടില്ല, അധികം നന്നായിട്ട് ഇനി പിന്നെ കുഴക്കണ ആവശ്യമില്ല. ഇനി ഇങ്ങനെ നന്നായിട്ട് ഓവൽ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്കൊരു കത്തി എടുത്തിട്ട് ഇത് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നടുവിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ പീസും നമുക്ക് എത്ര അനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞങ്ങൾ 3 പീസാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഇനി ഇത് ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. അധികം പ്രസ് ചെയ്യാതെ നമുക്കിങ്ങനെ നന്നായിട്ട് റൗണ്ട് ആക്കിയിട്ട് നല്ലൊരു ബോളാക്കി എടുക്കാം. എന്നിട്ട് ടേബിൾ ടോപ്പുമ്പോൾ ഇങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കതങ്ങനെ വെക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കവർ വെച്ചിട്ട് എയർ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ വെച്ചിട്ട് നമുക്കിങ്ങനെ സീൽ ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. എയർ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് പരത്താൻ തുടങ്ങാം. ഓരോ ബോൾസ് എടുത്തിട്ട് പിന്നെയും കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് മാവ് അവിടെ ഇട്ടിട്ട് കുറച്ച് പൊടി അവിടെ ഇട്ടിട്ട് നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ, പക്ഷെ അധികം പ്രസ് ചെയ്യാതെ നമുക്ക് നന്നായിട്ട് ഇത് പരത്തി കൊടുക്കാം. അതാ ഇത്ര പരത്തി കഴിഞ്ഞു. ഇങ്ങനെ ഒരു സൈസിൽ പരത്തി കഴിഞ്ഞു. ഇത്ര ഒരു കട്ടിയിലാണ് നമുക്ക് പരത്തേണ്ടത്. കുറേ കട്ടിയും വേണ്ട, കുറേ കട്ടി കുറക്കും വേണ്ട. ഇതെല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം. എന്നിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5-8 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ ഗ്യാസിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അധികം കട്ടില്ലാത്തൊരു തട്ട് എടുത്തിട്ട് അതിൽ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് ഒരു തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്ക് ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ബേസ് എല്ലാം റെസ്റ്റ് ആവണവരെ നമുക്ക് ഫില്ലിങ്ങിലേക്ക് പോകാം. ഫില്ലിങ്ങിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ഒലീവ്സ് അല്ലെങ്കിൽ ഗ്രീൻ ഒലീവ്സ് ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ ഒലീവ്സ് ആണ് ഇട്ട് കൊടുത്തത്. ഒലീവ്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ബ്ലാക്ക് ഒലീവ്സ് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇടുന്ന ആവശ്യമില്ല. നമുക്ക് മൊസറല്ല ചീസ് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതാ നമ്മളെ ബേസും ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ ഗ്യാസ് വെക്കുന്നതാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ നോർമൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ടിത് സ്പ്രെഡ് ചെയ്യാം. ഒരു സൈഡിൽ മാത്രമാണ് നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. കുറച്ച് സൈഡ് എഡ്ജിൽ നിന്നൊക്കെ വിടണം. അത് നമുക്ക് ഇത് ഫോൾഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് സൈഡ് വിടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇങ്ങനെ നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ അത്യാവശ്യം വേണം, അപ്പോഴുള്ള കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് തേച്ച് കൊടുത്ത് മാത്രം നമുക്കത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എക്സ്ട്രാ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ചീസി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് കോർണേഴ്സൊക്കെ നമുക്കിങ്ങനെ സീൽ ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സീൽ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫോക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആവാൻ വേണ്ടി നമുക്കിങ്ങനെ ഫോക്ക് എടുത്തിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡിലും നമുക്ക് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കൊരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രേ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാണ്. നമ്മളൊരു കാൽസോൺ റെഡിയാണ്. നമുക്കിനി ഇത് ഗ്യാസുമ്മ വെക്കാം. ഗ്യാസുമ്മ വെക്കാനായിട്ട് ഒരു പാൻ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ് നമുക്കിത് ശരിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓവനിൽ വെക്കാനായിട്ട് അത് ശരിയാക്കിയെടുക്കാം. സെയിം പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഓവനിൽ വെക്കുകയാണെങ്കിലും 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് കുക്ക് ആവണവരെ, ഒരു ബ്രൗൺ കളറൊക്കെ മുകളിൽ നിന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണവരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം.
ഇത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചത് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓവനിലാണെങ്കിൽ മുകളിലത്തെ ഓവനും ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ ഗ്യാസുമുള്ള കാൽസോൺ റെഡിയാണ്. അങ്ങനെ 25 മിനിറ്റ് വരെ നമുക്കിത് ശരിയാക്കിയിട്ട് ബേക്ക് ആക്കി എടുക്കാം. നമ്മൾ അടിപൊളി ടേസ്റ്റി കാൽസോൺ ഇത് അവർ റെഡിയാണ്. നല്ല കാണാൻ തന്നെ നല്ല ലുക്കാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല ക്രീമിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്, ചീസിയാണ്. ഒരു ഇറ്റാലിയൻ ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ഒരു ഡിഷാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിലെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.